തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ നമ്മുടെ ഓണാഘോഷം ചതയ ദിനത്തിലാണ്. ഗുരുകുലത്തിൽ പോകുന്നതും അവിടെ വൈകുന്നേരത്തെ ഘോഷയാത്രയും ലൈറ്റും കാര്യങ്ങളും. പിന്നെ സിറ്റിയിൽ പോകാനായിട്ട് മിക്കവാറും പറ്റാറുണ്ടാവില്ല. കാര്യം അവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഒരു തവണ എന്തോ സിറ്റിയിൽ ഓണാഘോഷം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ലൈറ്റൊക്കെ കാണാനും. അങ്ങനെ അന്നത്തെ യാത്ര വളരെ നടന്ന് കാലൊക്കെ വേദനിച്ചതുകൊണ്ട് പിന്നെ അതിനുശേഷം പോയിട്ടില്ല. പിന്നെ നമ്മുടെ ഓണാഘോഷം ചതയ ദിനത്തിൽ ഗുരുകുലത്തിൽ പോകുന്നത്, ചെമ്പഴന്തി ഗുരുകുലത്തിൽ പോകുന്നതാണ്. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ 2 വർഷമായിട്ട് ഓണം കോട്ടയത്താണ്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ ഓണം കോട്ടയത്ത് അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. കാര്യം അവിടെ നിന്ന് ട്രിവാൻഡ്രത്തു നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ഇങ്ങനെ യാദൃശികമായിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ദൂരി പാസ് ചെയ്ത് പോയപ്പോഴാണ് കണ്ടത് അവതാർ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ്. അപ്പോൾ എന്തായാലും ഒന്ന് വന്ന് നോക്കാമെന്ന് കരുതി അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഇതിനകത്ത് കയറുന്നതിന് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. മുതിർന്നവരെക്കാൾ കൂടുതൽ കുട്ടികൾക്കായിരിക്കും ഇത് കുറച്ചുകൂടി സന്തോഷം കൊടുക്കുന്നത്. അവർക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും. ചെറിയ കുട്ടികളൊക്കെ അത്ഭുതത്തോടു കൂടി ഇത് കാണുന്നത് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കാണ്. എനിക്ക് തോന്നുന്നു വേറെ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും കോട്ടയത്തെ ആളുകൾ മുഴുവനും ഇവിടെ ഉണ്ടെന്ന് തോന്നിപ്പോയി. ആദ്യം നമ്മൾ കയറിയത് ഈ അവതാറിൻ്റെ കുറേ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഒരു സ്പോട്ടിലോട്ടാണ്. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ കാണാൻ. എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ലൈറ്റ് കാണാനും പിന്നെ ഇവരുടെ കുറേ സെറ്റിങ്സൊക്കെ കാണാനും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ മുതിർന്നവർക്ക് എത്രത്തോളം അത് ഫീൽ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഒരു രസമായിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു ഷോ, അതിന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതും രസമുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമുക്ക് അത്രത്തോളം ആസ്വദിക്കാനും പറ്റിയില്ല. തിരക്ക് വളരെ കൂടുതലാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ റോബോട്ട് കുറച്ച് നമ്മുടെ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിലെ സ്പൈക്കുട്ടനെ പോലെ അതിൻ്റെ വേറൊരു കളറിലുള്ള ഒരാളുടെ കുറച്ച് പ്രകടനങ്ങൾ, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന റോബോട്ട്, അങ്ങനെ കുറച്ച് കാഴ്ചകൾ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണത്തെ ഓണം നമ്മൾ ഈ അവതാർ ഷോ കണ്ട് അവസാനിപ്പിക്കുകയാണ്. ട്രിവാൻഡ്രത്തായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം കൂടി ഞങ്ങൾ ഓണം ആഘോഷിച്ചതിന്. കാര്യം ഞങ്ങൾക്ക് 4ാം ഓണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞങ്ങൾ ചെമ്പഴന്തി ഭാഗത്തുള്ളവരായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചുറ്റുപാടിലും ഉള്ള എല്ലാ ആഘോഷങ്ങളും ഗുരുകുലത്തിലാണ് ഒതുങ്ങുന്നത് 4ാം ഓണത്തിന്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഓണാശംസകൾ നേരുകയാണ്. കോട്ടയത്തുള്ളവർ സമയം കിട്ടുകയാണെങ്കിൽ കുട്ടികളുമായിട്ടൊക്കെ വന്നത് കാണണം. ഭയങ്കര ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത്. നാളെ മുതൽ എല്ലാവരും ജോലി തിരക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും